വിളിച്ചിരുന്നു. അതിന്റെ തലേദിവസം ഉണ്ണിനെ ഞാൻ വിളിച്ചിരുന്നു. ഉണ്ണി ഫോൺ എടുത്തില്ല. ഇത് ഉണ്ണി ഫേസ്ബുക്കിൽ കുറിച്ചപ്പോൾ ഇപ്പോ ലേറ്റസ്റ്റ് ഉണ്ണി മുകുന്ദനെ ചുറ്റിപ്പറ്റിയാണല്ലോ മോളിവുഡിലെ സംസാരങ്ങളെല്ലാം. സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഉണ്ണി മുകുന്ദന്റെ മാനേജറാണ് സ്വയം അവകാശപ്പെടുന്ന വിപിൻ എന്ന് പറയുന്ന വ്യക്തിയുമായി തല്ലി എന്ന് പറഞ്ഞ് വിപിൻ എന്ന് പറയുന്ന ആള് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉണ്ണി മുകുന്ദനെതിരെ. എല്ലാവരും അറിഞ്ഞതാണല്ലോ. അപ്പോ നിരന്തരം ഈ വിപിൻ എന്ന് പറഞ്ഞ ആള് ഉണ്ണിക്കെതിരെ ആരോപണങ്ങളായിട്ട് എല്ലാ മാധ്യമങ്ങളിലും ഒരുവിധ മാധ്യമങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് നമ്മൾ ലേറ്റസ്റ്റ് കണ്ടു. അപ്പോൾ ഇതിൽ വളരെ ഗുരുതരമായുള്ള ആരോപണങ്ങളാണ് ഉണ്ണിക്കെതിരെ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. വളരെ പ്രധാനപ്പെട്ട കാര്യം, സഹപ്രവർത്തകനായ ടോവിനോയുടെ ലേറ്റസ്റ്റ് പടം നരിവേട്ടയെ പ്രശംസിച്ചതിൽ കലി പൂണ്ട് അദ്ദേഹത്തെ വന്ന് ഇടിക്കുകയുണ്ടായി. ടോവിനെ സമ്മാനിച്ച കൂളിംഗ് ഗ്ലാസ് ഊരി നിലത്തിട്ട് പൊട്ടിച്ചു എന്നൊക്കെയുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും ഒക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലൈം ലൈറ്റിൽ നിൽക്കുന്ന ടോവിനയും ഉണ്ണി മുകുന്ദനും തമ്മിലുള്ള ഈ ഒരു അവരുടെ രണ്ടുപേരുടെയും പേര് വലിച്ചേക്കുന്ന ഏതൊരു ന്യൂസും നല്ല ഹൈപ്പായിട്ട് കയറും. പാപ്പരാസികൾ അത് ഏറ്റെടുത്ത് വിവാദങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ നന്നായിട്ട് അറിയാവുന്ന കൊണ്ടാണോ എന്തോ അറിയില്ല, അദ്ദേഹം ടോവിനോയുടെ പേര് കൂടി ഇതിലേക്ക് വലിച്ചെറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉണ്ണിയുടെ ജീവിതം, അതായത് ഗ്രാഫ്, ഒരു പല കേസുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സംഭവമാണ്. എൻ്റെ പേരിലൊരു പെറ്റി കേസ് പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ആരോപണങ്ങൾ ഉന്നയിച്ചു. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടാവണം നമ്മുടെ ഉണ്ണി മുകുന്ദൻ ഇന്നലെ എല്ലാ മാധ്യമങ്ങളെയും വിളിച്ച് ഒരു പ്രസ് മീറ്റ് നടത്തുകയുണ്ടായി. ഏതായാലും വളരെ നല്ലൊരു കാര്യമാണത്. ഓരോ ചാനലുകളും ഓരോ വിരലിൽ എണ്ണാവുന്നതിനേക്കാളും കൂടുതൽ യൂട്യൂബ് ചാനൽസും കാര്യങ്ങളുള്ള കേരളത്തിൽ എല്ലാ ചാനലിലും പോയി ഇന്റർവ്യൂ നൽകുന്നതിനെക്കാട്ടും നല്ലത് എല്ലാവരും വിളിച്ചിരുത്തി ഒരു പ്രസ് മീറ്റ് നടത്തുന്നതാണ് ഏറ്റവും നല്ലത് ഈ ഒരു വിഷയത്തിൽ. അതായത് ഉണ്ണിയുടെ ഈ ഒരു മൂവ്മെന്റിനോട് ബിഗ് സല്യൂട്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം നമ്മളെ പറ്റി ഒരാൾ ഇങ്ങനെ അപവാദങ്ങൾ പറിച്ചു വിടുമ്പോൾ മറ്റൊരു സൈഡ് കൂടി കേൾക്കാന്നുള്ളതുണ്ടല്ലോ. ഈ പ്രശ്നം നടന്നു കഴിഞ്ഞാൽ രണ്ട് സൈഡും കേൾക്കണം. അമ്മയെ തല്ലിയാല് നല്ലത് പറയാനും ചീത്ത പറയാനും ആളുകൾ ഉണ്ടാകുന്ന കാലമാണെന്നും കൂടി നമ്മൾ ഓർക്കണം ഈ കാലഘട്ടം. അപ്പോൾ ഏതായാലും നല്ലൊരു കാര്യമാണ് ഉണ്ണി വന്ന് പറഞ്ഞത്. പക്ഷെ ഇതിൽ അതല്ല വിഷയം. ഇതിൽ നമ്മുടെ പ്രശസ്തനായ മാധ്യമപ്രവർത്തകൻ ഹൈദർ അലി കൂടി ഉണ്ടായിരുന്നു. ഒബ്വിയസ്ലി ഉണ്ടാവുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ന്യൂസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് എക്സ്ക്ലൂസീവ് ആക്കുക, മറ്റൊരാൾക്കും കിട്ടാത്ത രീതിയിൽ എങ്ങനെയാണ് നമുക്ക് എക്സ്ക്ലൂസീവ് ആക്കുക എന്നുള്ളത് ഏതൊരു മാധ്യമപ്രവർത്തകനും ചിന്തിക്കും. അതുപോലെ നമ്മുടെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായ ഹൈദർ അലി സാർ, ഹൈദർ അലി, അപ്പോൾ മൂപ്പർ ഇതേമാതിരി എക്സ്ക്ലൂസീവ് ആക്കാൻ നോക്കി. നേരിട്ട് മൂപ്പർ എന്ത് ചെയ്തു, ഇതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനാണെന്നോ എനിക്കറിയില്ല, ഒരു SI, ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ, അങ്ങനെ ഇരിക്കട്ടെ, അദ്ദേഹത്തെ വിളിച്ചു. അപ്പോൾ ഇതിന്റെ കേസിന്റെ ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചു. വിളിച്ചത് മാത്രമല്ല, അത് പുറത്ത് വിടുകയുണ്ടായി ആ സംഭാഷണം, ആ കാൾ റെക്കോർഡിങ്. അപ്പൊ അതില് പറയുന്നുണ്ടത്രേ, CCTVയിൽ, ആദ്യത്തെ CCTVയിൽ നമ്മള് അവര് ചെക്ക് ചെയ്തപ്പോൾ ഉണ്ണി അയാളെ ദേഹദ്രവം ഏൽപ്പിക്കുന്നില്ല, നേരെ മറിച്ച് കൂളിംഗ് ഗ്ലാസ് എടുത്ത് നിലത്തിട്ട് പൊട്ടിക്കുന്നുള്ള ഇതന്നുള്ളൂ. അപ്പോൾ ഒരാളെ ദേഹത്ത് തൊടാതെ നമുക്ക് പിന്നെ അയാളെ തല്ലിന്ന് പറഞ്ഞ കേസിന് അത് നിലനിൽക്കൂല. പക്ഷെ ആ ഒരു സംഭാഷണത്തിൽ പറഞ്ഞ വേറൊരു വീഡിയോ ഉണ്ട്, അതിൽ തല്ലുന്നുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ ഉണ്ണി ചോദിക്കുകയാണ്, എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊക്കെ പോലീസുമായി സംസാരിച്ചതൊക്കെ ഇങ്ങനെ പുറത്തു വിടാൻ പാടുണ്ടോ? ഏത് CCTV ഉള്ളത്? ഒരു വാർത്ത കൊടുക്കുമ്പോൾ അതിന്റെ 2 വശവും കൂടി നോക്കണ്ടേ? അല്ലെങ്കിൽ ഇത് കുറ്റാരോപിതനും കുറ്റമേൽക്കപ്പെട്ടവനും രണ്ടുപേരെയും വിളിച്ച് അന്വേഷിച്ചിട്ട് വേണ്ട ഇങ്ങനെയുള്ള ന്യൂസ് കൊടുക്കാൻ വേണ്ടി വളരെ ക്ഷുഭിതനായിട്ടാണ് ഉണ്ണി നമ്മുടെ ഹൈദറിയോട് സംസാരിച്ചത്. എനിക്ക് ഡെയിലി പോലും എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. വീഡിയോയിൽ
എല്ലാവരും കണ്ടില്ല, ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു വിഷയം പോലെ അതായത് ഇങ്ങനെ അതൊരു പോലീസ് ഓഫീസർ ആയിരുന്നു പോലും എനിക്ക് സംശയപ്പെടും. ബിക്കോസ് അങ്ങനെ പോലീസ് ഓഫീസർ ആണെങ്കിൽ ഇല്ലാത്ത കാര്യം ഇവിടെ കണ്ടുപോകുന്നതാണ് ഞാൻ ചോദിക്കുന്നത്. ബിക്കോസ് എന്റെ എക്സ്പ്ലനേഷൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഈ മോർണിംഗ് ക്ലാസ് വിളിച്ചൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു ചെയ്ത കാര്യം സമൂഹത്തിന് എനിക്ക് പണിയില്ല. ഒരു റിസർച്ച് എന്ന സാധനമുണ്ട്. അതായത് നിങ്ങൾ ഒരു വ്യക്തിയെ ഇങ്ങനെ പബ്ലിക്കലി കിഴിക്കുന്നത് നിങ്ങളുടെ എനിക്ക് മനസ്സിലായില്ല. ബിക്കോസ് എനിക്ക് നിങ്ങളെന്ന് ചില പ്രൊട്ടക്ഷൻ ഉണ്ട്. എന്തെന്ന് വെച്ചാൽ ഈ പോലീസ് മെമ്പർ പോലും ഒരു ബേസിക് ബിസിനസ് ഭാഗമായിട്ട് എല്ലാ ഇന്റർവ്യൂസിലും മെമ്പറാണെന്ന് പറയുന്നത് പറയുന്ന ഒരാളുടെ വാക്കുകൾ കേട്ടിട്ട് നിങ്ങൾ എനിക്കറിയില്ല. ഞാൻ എനിക്ക് നടന്ന് വിളിക്കുന്നു, എനിക്ക് ഞാൻ ലൈഫ് എക്സ്പീരിയൻസ് കൊടുത്തതാണ്. പ്രാഥമികമായിട്ട് പോലീസ് തന്നെ പോലീസ് ഒരു വലിയൊരു കുറ്റം മാത്രമാണ്. വലിയ കുട്ടിയതിൽ തള്ളിയിട്ടില്ല, അല്ലെങ്കിൽ കുട്ടിക്കതിൽ പ്രത്യക്ഷത്തിൽ ഈ പരാതി പറഞ്ഞ പല കാര്യങ്ങളും കള്ളമാണെന്ന് പോലീസ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയ ഒരു കേസായിരുന്നു. ആ കേസിൽ തന്നെ അങ്ങനെ പോലീസിന്റെ ഒരു അന്വേഷണം ഉണ്ടാകുകയും പോലീസ് അത് കോടതിയിൽ അത് പറയുകയും ചെയ്തു. അതായത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റം മാത്രമാണ്, സ്റ്റേഷൻ ജാമ്യം കൊടുക്കാവുന്ന കുറ്റമാണ്. ഇത് പോലീസ് കോടതി അറിയിക്കുകയും ചെയ്തു. അങ്ങനെ വന്ന ഒരു കേസിനെ എന്തോ കൊലപാതക കുറ്റം പോലെ ആക്കി ചില ഓൺലൈൻ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കാനും ചില തെറ്റായ കാര്യങ്ങൾ പറയാൻ ബോധപൂർവ്വ ശ്രമം നടത്തിയിട്ടുണ്ടോ? ഞാൻ ഈ പോലീസ് ഓഫീസറിന്റെ ഓഫീസിൽ ഞാൻ വിളിച്ചില്ല, എല്ലാവരും വിളിച്ചു. വേറൊരു വീഡിയോ കൊണ്ടുവന്നു. അപ്പൊ അങ്ങനെ എനിക്ക് അന്വേഷണത്തെ പുറമെ വിളിച്ചിരുന്നു. അതിന്റെ തലേദിവസം ഉണ്ണിനെ ഞാൻ വിളിച്ചിരുന്നു. ഉണ്ണി ഫോൺ എടുത്തില്ല. ഇത് ഉണ്ണി ഫേസ്ബുക്കിൽ കുറിച്ചപ്പോൾ തന്നെ ഞാൻ വിളിച്ചിരുന്നു. നമ്മൾ അന്വേഷണം കുഴപ്പമില്ല. ഇതിൽ ഉണ്ണി കറക്റ്റായിട്ട് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ എന്താണ് പോലീസ് ഓഫീസറാന്ന് പറയുന്ന വ്യക്തിയെ പോലും ഓഫീസറാണല്ലോ നമുക്കറിയില്ല. അങ്ങനെ ആണെങ്കിൽ ആ ഒരു കോൾ റെക്കോർഡിങ് ഇങ്ങനെ പുറത്തു വിടുന്നത് ലീഗലാണെന്നോ ചോദിക്കുന്നത്. എനിക്കും സംശയമുണ്ട് ലീഗലാണോ. അപ്പം അതിൽ ഹൈദരാലി പറയുന്നുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ പുറത്തു വിടാൻ ലീഗലാണെന്നുള്ളത്. അതിന് വീണ്ടും കുറിച്ച് ഒന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അത് എനിക്കത്ര ലീഗലാണെന്ന് എനിക്ക് സംശയമുണ്ട്, ഉണ്ണിയുടെ പോലെ തന്നെ. അപ്പോൾ ഇതിൽ വേറെ ശ്രദ്ധ എന്താണ്, ഹൈദരാലിയെ പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോൾ അപ്പുറത്തുനിന്ന് വേറൊരു ഗുനിഷ്ഠ ചോദ്യം, അല്ല ഒന്ന് എരുതിയിൽ എണ്ണയിക്കുന്ന രീതിയിലുള്ള ചോദ്യം മറ്റൊരു മാധ്യമപ്രവർത്തകൻ. എന്താണ് വെറും ബെയില് കിട്ടേണ്ട ഒരു കേസ്, എന്താണ് പ്രഥമ ദൃഷ്ടിയാൽ തല്ലിയെന്ന് തെളിയിക്കാൻ പറ്റാത്ത ഒരു കേസ് എന്താണ് മറ്റുള്ള മാധ്യമങ്ങൾ വളച്ചൊടിച്ച് ലൈം ലൈറ്റിൽ നിർത്തുന്ന വലിയൊരു വാർത്തയാക്കിയാൻ ശ്രമിച്ചിട്ടുണ്ടോയെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോന്ന്? അപ്പൊ അത് ഹൈദരാലിനെ ചൂണ്ടിയിട്ടാണ് അദ്ദേഹം അപ്പുറം ഇരിക്കുന്ന മാധ്യമപ്രവർത്തകൻ സംസാരിക്കുന്നത്. എന്തായാലും ഇവർക്കിടയിൽ തന്നെ മത്സരമുണ്ട്. മനസ്സിലായില്ലേ? മാധ്യമങ്ങൾ തമ്മിൽ തന്നെ മത്സരമുണ്ട്. അപ്പോൾ ഒരാളെ ചൊറിയാൻ കിട്ടുമ്പോൾ മറ്റാള് വെറുതെ ഇരിക്കൂല, ഇയാളെ ചൊറിയാൻ കിട്ടുമ്പോൾ മറ്റാളും വെറുതെ ഇരിക്കൂല. ഒരു ന്യൂസിനെ എങ്ങനെ എക്സ്ക്ലൂസീവ് ആക്കാന്നുള്ളതും ഇവർ തമ്മിൽ മത്സരമുണ്ട്. അപ്പൊ ആ ഒരു മത്സരത്തിന്റെ ഇടയിലാണ് ഹൈദരാലി ഇങ്ങനെയൊക്കെ പെട്ടെന്ന് ആലോചിക്കാതെ നേരെ പോയി പോലീസ് ഓഫീസറെ വിളിക്കുന്നതും കാര്യങ്ങൾ അന്വേഷിച്ചാൽ നേരെ സോഷ്യൽ മീഡിയ ഇടുന്നതൊക്കെ. അതൊന്നും നല്ലൊരു ഏർപ്പാടല്ല. എന്തിന് നമ്മളെ മുഖ്യധാര മാധ്യമങ്ങൾ വരെ എന്തൊക്കെ അബദ്ധങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ എന്താണ് ഇപ്പം ലേറ്റസ്റ്റ് വന്നത്, ഇപ്പം ഇതിൻ്റെ ഇടയിൽ ഈ ന്യൂസ് അല്ല എന്നാലും പറയാണ്, ലേറ്റസ്റ്റ് നമ്മളെ കപ്പല് മറിഞ്ഞല്ലോ. അവർ ഒരുപാട് കണ്ടെയ്നർ പോയല്ലോ. ഒരു കണ്ടെയ്നർ തീരത്തെത്തിയപ്പോൾ അതിൻ്റെ ആ കണ്ടെയ്നർ ടെക്സ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം ഈ ടെക്സ എന്ന് പറയുന്നത് ടെക്സ്റ്റൈൽ ആണെന്ന് വിചാരിച്ച് ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ വസ്ത്രങ്ങളാണെന്ന് പറഞ്ഞ മാധ്യമ പ്രവർത്തകനും മാധ്യമവും ഈ കേരളത്തിലുണ്ട്. ശരിക്കും ഈ ടെക്സ എന്ന് പറയുന്നത് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. അതൊരു എന്താണ് എക്സ്പോർട്ട് ഇമ്പോർട്ടിങ് കമ്പനിയുടെ പേരാണ്. അപ്പോൾ അവരുടെ കണ്ടെയ്നർ ആയതുകൊണ്ട് അതിന് അവരെ കമ്പനീൻ്റെ പേര് വെച്ചാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അത് സത്യമാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കോമഡിയാണത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കാലത്തെ മാധ്യമ ധർമ്മം. മനസ്സിലായില്ലേ?
ന്യൂസിനൊന്നും ഒരു എത്തിക്സ് ഒന്നും ഇല്ല. അതെങ്ങനെ ജനങ്ങളെ ആകർഷിക്കാൻ പറ്റും? നമ്മളൊരു ന്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ ന്യൂസ് വാല്യൂ കിട്ടും, എങ്ങനെ നമ്മളെ TRP റേറ്റ് കൂട്ടാൻ പറ്റും, സോഷ്യൽ മീഡിയയിൽ എങ്ങനെ ലൈക്കുകൾ വാങ്ങാൻ പറ്റും, എങ്ങനെ ക്യാഷ് സമ്പാദിക്കാൻ പറ്റും എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അല്ലാതെ ഒരു ന്യൂസിന് ഒരു എത്തിക്സ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഹൈദരാലി ചെയ്യുന്നത്, ഹൈദരാലിനെ പേരെടുത്ത് പറയുന്നത് ഹൈദരാലിനെ പറ്റി പറഞ്ഞതുകൊണ്ടാണ്. ഹൈദരാലിൽ മാത്രമല്ല, ഒരുവിധ മാധ്യമ പ്രവർത്തകരൊക്കെ അങ്ങനെ തന്നെയാണ്, സത്യം പറയാലോ. അപ്പോൾ അങ്ങനെ ആയിരുന്നു, എത്തിക്സ് ഉണ്ടായിരുന്നെങ്കിൽ ഹൈദരാലി ഉണ്ണിമൂതനെ വിളിച്ചിട്ടും കാര്യങ്ങൾ അന്വേഷിക്കണമായിരുന്നു. ഉണ്ണിമൂതനെ വിളിച്ചെന്ന് പറയുന്നുണ്ടായ അയാൾ ഫോൺ എടുത്തില്ലാറുണ്ട്. അപ്പോൾ ഉണ്ണിമൂതന് ഒരു തിരക്കുള്ള മനുഷ്യനാവില്ലേ, വീണ്ടും വിളിക്കണമായിരുന്നു നിങ്ങൾക്ക് ആ ന്യൂസ് ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ. മനസ്സിലായില്ലേ? അല്ലാതെ ഒരു പ്രതിഭാഗത്തിന്റെ ന്യൂസ് കേട്ട് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ സംസാരം കേട്ട് അങ്ങനെ ഇടാൻ പാടില്ല. വളരെ ഗുരുതരമായ തെറ്റാണ് അതിനോട് പറയുന്നത്. വീണ്ടും ഒരു വീഡിയോ ഉണ്ട്, അതിൽ തല്ലുന്ന വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ വീഡിയോ അത്രയും കാലമായിട്ട് വന്നില്ലല്ലോ, എത്ര ടൈമായി, എന്താ വരാത്തെ? അങ്ങനെ കണ്ട് മുക്കാൻ പറ്റുമോ വീഡിയോ? അപ്പൊ അതിൽ പറഞ്ഞ് വളരെ തെറ്റുണ്ട്. അതായത് ഏത് പോലീസ് ഉദ്യോഗസ്ഥനാണ് അങ്ങനെ പറഞ്ഞതുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേരും ശരിക്കും പുറത്ത് വിടേണ്ടതാണ്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ജനങ്ങൾക്കിടയിൽ അങ്ങനെ പരത്താൻ പാടില്ലല്ലോ, അല്ലേ? ഏതായാലും ഈ മറ്റ് വിപിൻ എന്ന് പറയുന്ന വ്യക്തി കേസുമായി മുന്നോട്ട് പോവുകയാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഉണ്ണി DGPക്കും ADGPക്കും ഒക്കെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, നോട്ടീസ് നൽകിയിട്ടുണ്ട്. അവർക്ക് വധഭീഷണി ഉണ്ട്, കാര്യങ്ങൾ പറഞ്ഞിട്ട്. അപ്പോൾ ഏതായാലും രണ്ടു കൂട്ടരും കേസുമായി മുന്നോട്ട് പോകുന്നത് കൊണ്ട് എന്താണ് സത്യം എന്നുള്ളത് തെളിഞ്ഞു വരട്ടെ. ഞാൻ ഉണ്ണിൻ്റെ ഒപ്പമാണ് ഇതിൻ്റെ കൂടെ നിൽക്കുന്നത്. കാരണം ഉണ്ണിൻ്റെ ഭാഗത്താണ് ശരി എന്നാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി. ഓക്കെ, അറിയില്ല. ഏതായാലും സത്യം പുറത്തു വരട്ടെ. അതോടൊപ്പം തന്നെ ഹൈദരാലി താങ്കൾ കുറച്ചും കൂടി നന്നാവാൻ ശ്രമിക്കേണ്ടതായിട്ട് ഉണ്ട്. കാരണം വിവാദങ്ങൾക്കൊപ്പം സഞ്ചരിക്കാനാണ് താങ്കൾക്ക് ഇഷ്ടം. എന്തൊരു സംഭവം കണ്ടു കഴിഞ്ഞാലും, പല ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞാലും ഹൈദരാലിയുടെ ഇന്റർവ്യൂ ആളുകൾ കാണും. കാരണം അതിലെന്തെങ്കിലും ഒരു പൊടി വിവാദം ഹൈദരാലി സ്വമേധയ കൽപ്പിച്ചു കൂട്ടി ഉണ്ടാക്കും. അത് താങ്കളുടെ വളർച്ചക്ക് വേണ്ടിയിട്ടും താങ്കളുടെ ചാനലിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണല്ലോ എത്രയോ മാധ്യമപ്രവർത്തകരുണ്ടായിട്ടും സോഷ്യൽ മീഡിയയിൽ ഹൈദരാലിന്റെ പേരും താങ്കൾ അറിയപ്പെടുന്നത് അതുകൊണ്ടാണല്ലോ. അപ്പൊ ആ ഒരു കാര്യത്തിൽ താങ്കൾ വിജയിച്ചിട്ടുണ്ട്. പക്ഷെ അത് നല്ലൊരു കാര്യമല്ല, അല്ലേ? ഇപ്പൊ എവിടെയൊക്കെ കണ്ടു, കമന്റ് ബോക്സിലൊക്കെ കണ്ടു ഹൈദരാലി എന്താണോ പറയുന്നത് അത് ഞങ്ങൾ വിശ്വസിക്കില്ല, അതിന്റെ ഓപ്പോസിറ്റ് ആണ് സത്യം ഞങ്ങൾക്ക് അറിയാം, അതാ ഞങ്ങൾ വിശ്വസിക്കുള്ളൂ എന്ന്. കോമഡി ആയിട്ട് പറയുകയാണെങ്കിലും ഒരു പരിധി വരെ അതൊക്കെ സത്യമല്ലേ? ഹൈദരാലി മാറേണ്ടതാണ്.